സദ്യ റെസിപ്പീസിലെ 20ാമത്തെ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ടുള്ളൊരു രസമാണ്. അപ്പോൾ രസം ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് എൻ്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. സദ്യ റെസിപ്പീസിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ഈ വീഡിയോയുടെ ലാസ്റ്റായിട്ട് പ്ലേലിസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രസ് ചെയ്ത് എല്ലാ വീഡിയോസും കാണണം. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിടണം. അതുപോലെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിനുള്ള വാളംപുളി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി. ഇനി കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, 3 വറ്റൽമുളക്. അപ്പോൾ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള വാളംപുളി കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വയ്ക്കണം. അപ്പോൾ ചൂട് വെള്ളമാണ് ഒഴിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 3/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയ ശേഷം കറിവേപ്പില. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 5 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയ ശേഷം ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് വേവിക്കണം. തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടണം. അതിനായിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ പൊടിയുടെ ആ ഒരു പച്ചമണമെല്ലാം മാറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 3/4 കപ്പ് പുളിവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ജീരകപ്പൊടിയും കുരുമുളക് പൊടിയും കായപ്പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫ്ലേവർ നല്ല ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കായപ്പൊടിയുടെയൊക്കെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതനുസരിച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. 1 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മൊത്തം 1.25 കപ്പ് വെള്ളം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മല്ലിയില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും കുരുമുളക് പൊടിയും അതനുസരിച്ച് കൂടുതൽ എടുത്താൽ മതി. രസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള രസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.